In the following question, select the missing number from the given series. ഒരു സീരീസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു ഇതുണ്ട്, അതേതാണെന്നുള്ളത് നമ്മുടെ ലെവൽ 1 കാറ്റഗറിയിൽ ടഫ്നെസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കുന്ന സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് ബൈ പ്രാക്ടീസ് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്ത് കേട്ടോ. ഞാനിതൊരു ഈസി മെത്തേഡ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 74നോട് എന്ത് കൂട്ടിയതാണ്, 8 ആഡ് ചെയ്തതാണ് ഇവിടെ ഉള്ളത്. അഗെയിൻ 8 ആഡ് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ മറ്റേതെടുത്ത് നോക്കിയപ്പോൾ 61 മൈനസ് 8 ആണ് 53. സോ ഇവിടെ നിന്ന് ഇനി ക്വസ്റ്റ്യൻ മാർക്കിലോട്ടേക്ക് -8 ചെയ്യും. 53 നിന്ന് 8 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 45. അപ്പോൾ ഓപ്ഷൻ ഡി 45 ആണ് നമ്മുടെ ആൻസർ. In the following question, select the figure which can be placed at the sign of question mark from the given alternatives. ഓരോ പീസുകളും തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇത് അവസാനം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നും എന്തോ ഒരു ചേഞ്ച് ഉണ്ട്, ഒരു സീരീസ് പോലെ മാറി മാറി വരുന്ന ഓരോ ടേമുകളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഒരൊറ്റ നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാവാനുള്ള കാര്യം എന്താ, $JLK എല്ലാ ടേംസിൻ്റെ ഉള്ളിലും തന്നിരിക്കുന്നത് അത് തന്നെയല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയാൽ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് എന്തോ ഒരു ഓർഡറിലാണ് 1 നിന്ന് 2 നിന്ന് 2 നിന്ന് 3ലോട്ടേക്കും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഓർഡർ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഇവിടെ വരുന്ന പ്രശ്നമുള്ളൂ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താ, ഡോളർ എന്ന് പറയുന്ന ഒരെണ്ണത്തിന് മാത്രം വെച്ച് ചെയ്ത് നോക്കുകയാണെ ഡോളർ ഈ പൊസിഷനിലോട്ടേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജെക്ക് എന്ത് സംഭവിച്ചു, ജെ തൊട്ട് താഴോട്ടേക്ക് വന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലിന് എന്താ സംഭവിച്ചത്, എല്ല് കയറിയിട്ട് അടുത്ത പൊസിഷനിലോട്ടേക്ക് വന്നു. കെക്ക് എന്താ സംഭവിച്ചത്, കെ കയറി മുകളിലോട്ടേക്ക് വന്നു. അതല്ല ഈ സീക്വൻസ് പായത്. സിമിലർലി ഒന്ന് നോക്കുന്ന സമയത്ത് ഓരോ പൊസിഷനും, ഇത് 4 പൊസിഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ് എങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് ഓരോ തന്നിരിക്കുന്ന ഓരോ വേർഡ് ഓർ ലെറ്റർ സിമ്പിൾ എന്താണോ അത് ഓരോന്ന് വീതം നെക്സ്റ്റ് പൊസിഷനിലോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നീങ്ങുകയാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്താണെന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ടേ, ക്ലോക്കിൻ്റെ ഡയൽ കറങ്ങുന്ന ആ ഒരു ഡയറക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുക, ജെ തൊട്ടടുത്ത നമ്പർ ഇതിലോട്ടേക്ക് വരും, ജെ ഇവിടത്തോട്ടേക്ക് വരും, എല്ല് താഴോട്ടോട്ടേക്ക് വരും, കെ നെക്സ്റ്റ് പൊസിഷനിലോട്ടേക്ക് വരും, ഡോളർ മുകളിലോട്ടേക്ക് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ, $JLK, ഓപ്ഷൻ സി. സിമ്പിൾ ആണല്ലോ. അഗെയിൻ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് ആദ്യം ഇവരിയ്ക്കുന്ന സ്ട്രക്ചർ എന്തെന്നുള്ളത് മനസ്സിലാക്കണം. ലീനിയർ ആയിട്ട് ഇരിക്കുകയാണ്, സർക്കുലർ രീതിയിലാണോ ഉള്ളത്, എത്ര പേരിയ്ക്കുന്നു എന്നുള്ളത് ഒരു ടേം നമുക്ക് വേണം. ദെൻ കുറച്ച് പസിൽസ് ഉണ്ട്, അത് സോൾവ് ചെയ്തിട്ട് ആ പദത്തിലോട്ടേക്ക് കയറ്റാം. 7 ഗേൾസ് PQRST. അപ്പോൾ 7 പേരുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് വെരി വാലിഡ് ആയിട്ടുള്ള ഡാറ്റ. സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് ടുവേർഡ്സ് ദ സൗത്ത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ അറിയണം, NEWS, സൗത്തിലോട്ടേക്ക് ഫേസ് ചെയ്തിട്ട് 7 പെൺപിള്ളേർ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ബാക്കി ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഈ ലീനിയർ അറേഞ്ച്മെൻറ്റിന് ഞാൻ ഈസി മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്തുള്ളൊരു കാര്യം, ഇത് അവരുടെ ലെഫ്റ്റ് സൈഡും ഇത് അവരുടെ റൈറ്റ് സൈഡും ആയിട്ട് മാറുന്നു. പക്ഷേങ്കിൽ ലീനിയർ അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ലീനിയർ അറേഞ്ച്മെൻറ്റ് ഏത് ഡയറക്ഷനിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് നോർത്തിലോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാറ്റിയെടുത്താലും ആൻസർ കറക്റ്റായിരിക്കും. അത് ലീനിയർ അറേഞ്ച്മെൻറ്റിലുള്ള സിറ്റിങ്ങിൽ മാത്രമുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. സോ അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുകയാണ്. ഞാനിപ്പോൾ സൗത്തിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് പകരം ഞാൻ അവരെ മൊത്തത്തിലായിട്ട് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് 180 ഡിഗ്രി ടേൺ ചെയ്തിട്ട് നോർത്തിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആൻസർ റൈറ്റ് ആയിരിക്കും. ലീനിയർ ടൈപ്പ് ക്വസ്റ്റ്യന് മാത്രം കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങിക്കൂടെ. Q ആൻഡ് R ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് ഈച്ച് അതർ. Q എന്ന് പറയുന്നതും R എന്ന് പറയുന്നതും ഇമ്മീഡിയറ്റ് നൈബേഴ്സ് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സോ എങ്ങനെ വരും, ലെഫ്റ്റിൽ റൈറ്റിൽ എങ്ങനെ വേണമെങ്കിലും മാറിയിരിക്കും അവർക്ക്. R ഇവിടെ വരാം, Q ഇവിടെ വരാം. നെക്സ്റ്റ് എന്താ, Q ഈസ് അറ്റ് 1 ഓഫ് ദ എക്സ്ട്രീം എൻഡ്. Q എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം എൻഡിലുള്ള ആളാണ്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു, അതിന് ശേഷം വേറെ വ്യക്തികളില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ. Q ഈസ് 1 ഓഫ് ദ എക്സ്ട്രീം എൻഡ്. P ഈസ് 4th ടു ദ ലെഫ്റ്റ് ഓഫ് Q. P എന്ന് പറയുന്നത് ക്യൂവിൻ്റെ 4th ടു ദ ലെഫ്റ്റിലാണ്. ലെഫ്റ്റിലോട്ടേക്ക് ക്യൂ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഇനിയിപ്പോൾ ലെഫ്റ്റിലോട്ടേക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലല്ല അവരിയ്ക്കുന്നതല്ലോ. ഓക്കെ, അപ്പോൾ 4th ടു ദ ലെഫ്റ്റ് 1 2 3 4ാമതായിട്ടാണ് ആരിയിരിക്കുന്നത്, P
പി ഇരിക്കുന്നു എന്നുള്ളതാണ് പോയിന്റ്. നമുക്ക് വേറെ ഡാറ്റയും കൂടി നേരത്തെ കിട്ടിയിട്ടുണ്ട്. എന്താ 7 പേരല്ലേ? അപ്പോൾ ഒരു എക്സ്ട്രീം എൻഡ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇവിടെ അടുത്ത എൻഡ് സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ. ഇനി ഇതിനുള്ളിലോട്ടേക്ക് ഫില്ല് ചെയ്ത് കയറ്റാം. യു ഈസ് നോട്ട് ദ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് യു എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നൈബർ അല്ല. ആരുടെ? പിയുടേതും അല്ല ആറിൻ്റെതും അല്ല. ഇതല്ലേ നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്ന ഡാറ്റ. അപ്പോൾ പിയുടെ ഇമ്മീഡിയറ്റ് നൈബർ എന്ന് പറയുന്ന സമയത്ത് ഈ പൊസിഷനിലും അല്ല ഈ പൊസിഷനിലും അല്ല യു ഇരിക്കുന്നത്. ആറിൻ്റെ നൈബറും അല്ല എന്ന് പറയുന്നതിന് ഇനി ഈ പൊസിഷൻ മാത്രമല്ല അവിടെ അല്ല ഇരിക്കുന്നത്. വിച്ച് മീൻസ് യുടെ പൊസിഷൻ എവിടെയാ? ഇവിടെ അല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് ഡാറ്റ എന്താ തന്നിരിക്കുന്നത്? എസ് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. എസ് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. വിയുടെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് എസ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സ്പേസ് മാത്രമേ ഉള്ളൂ. വിയിൽ നിന്ന് സെക്കൻഡ് റൈറ്റിലോട്ടേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എസ് ഇവിടെ ഇരിക്കുന്നു. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ ആരെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? ടി എന്ന് പറയുന്ന ആളെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, അതവിടെ ആഡ് ചെയ്തു. ഹൂ ഈസ് സെക്കൻഡ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആറിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇരിക്കുന്ന ആരാ? ക്യൂ. ആക്ച്വലി ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യമേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇതാ ഇവിടെ നിന്ന് ഈ സെക്കൻഡ് ഡാറ്റ കിട്ടിയില്ലേ, പി ലെഫ്റ്റിലോട്ടേക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഡാറ്റയോട് കൂടി ആദ്യ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോട് നിങ്ങൾക്ക് ഈ ഫൈനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്ന് വായിച്ച് നോക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത്രയും ടൈം കൺസപ്ഷൻ ഇല്ലാതെ കിട്ടുമായിരുന്നു. അത് ജസ്റ്റ് ഞാൻ സോൾവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കാണിച്ചാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? സീരീസ് തന്നിട്ടുണ്ട്. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നോക്കുന്ന സമയത്ത് എന്താ, ഇതിൻ്റെ ഇരട്ടിയാണ്, ഇൻറ്റു 2 ആണ് 16, 7ൻ്റെ ഇരട്ടിയാണ് 14, 5ൻ്റെ ഇരട്ടിയാണ് 10, 1ൻ്റെ ഇരട്ടിയാണ് 2. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കുന്ന സമയത്ത് എന്താ, 16ൽ നിന്ന് 9 കുറച്ചു, 14ൽ നിന്ന് 9 കുറച്ചു, 10ൽ നിന്ന് 9 കുറച്ചു. സോ നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്? അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് 2 - 9 എത്രയാ? -7 കിട്ടി. ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ? ഒരിക്കലും അല്ല. വേറെ രീതിയിൽ ഞാനിത് കാണിച്ചു തന്നാലോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഓൾട്ടർനേറ്റ് ആയിട്ട് സാധനം എടുക്കുകയാണ്. 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1 -1. 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? -2. 5ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? -4. ഇത് തമ്മിൽ നോക്കിയാൽ ഇൻറ്റു 2 × 2 എന്ന് പറഞ്ഞ് വരികയല്ലേ. അടുത്തത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വരണം? -8 കുറയ്ക്കണം. 1 × 2, 2 × 2 4, 4 × 2 8, -8 എടുക്കണം. അപ്പോൾ 1ൽ നിന്ന് 8 കുറച്ചാൽ എത്ര വരും? -7. ഇതൊക്കെ ആ ഒരു മൊമെൻറ്റിലുള്ള നമ്മളുടെ ഒരു തോട്ട് മാത്രമാണ് കേട്ടോ. ഇതിനൊരു എക്സാക്റ്റ് വേയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ, ആഫ്റ്റർ അറേഞ്ചിങ് ദ ഗിവൺ വേർഡ് അക്കോർഡിംഗ് ടു ദ ഡിക്ഷണറി ഓർഡർ വിച്ച് വേർഡ് വിൽ കം അറ്റ് ദ 4th പൊസിഷൻ? ഈ ഒരു 5 വേർഡ് തന്നിട്ടുണ്ട്. ഡിക്ഷണറിയിലുള്ള ഒരു ഓർഡറിലോട്ടൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കണം. ദാറ്റ്സ് ഓൾ. അത്രേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അതിനുശേഷം 4ാമത് വരുന്ന ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഐ മീൻ വേർഡ് ഏതായിരിക്കും? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് വരും? അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ എടുക്കുകയാണ്. പി കട്ട് ചെയ്തു, എല്ലാത്തിനും കോമൺ ആയിട്ട് 6 ഉണ്ട്, ഐ എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താ? വി ഉണ്ട്, എസ് ഉണ്ട്. എസ് ആണ് ആദ്യം വരുന്നത്. എസിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 19 ആണ്. വി എന്ന് പറയുന്നത് 22 ആണ്. സോ ഇതായിരിക്കും 1ാമത്തെ വേർഡായിട്ട് നമ്മുടെ ഡിക്ഷണറിയിൽ വരുന്നത്. അഗെയിൻ നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാത്തിലും വി ആണ് നിൽക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ATACY. സോ ACY ആയിരിക്കും 2ാമത്തെ വേർഡായിട്ട് വരുന്നത്. ATE 3ാമത്തെ വേർഡായിട്ട് വരുന്നു. ദെൻ ഐ ഉണ്ട്, വൈലും എൻഡ് ചെയ്യുന്നുണ്ട്. ഐ അല്ലേ ആദ്യം വരുന്നത്. സോ 4ാമത്തെ വേർഡ് ഇത്, 5ാമത്തത് പ്രിവി. സോ പ്രിവിലേജ് എന്ന് പറയുന്നതാണ് 4th പൊസിഷനിൽ ഒരു ആൽഫബറ്റിക് ഓർഡറിലോട്ടേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഫിഗർ വിച്ച് ക്യാൻ ബി റീപ്ലേസ്ഡ് അറ്റ് ദ സൈൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ്. ഓരോ പിക്ചേഴ്സും തമ്മിൽ ഒന്നിൽ നിന്ന് അടുത്തതിലോട്ടേക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഫൈനൽ ആൻസറിലോട്ടേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാകും. 1ാമത്തെ ഫിഗറിൽ നിന്ന് 2ാമത്തെ ഫിഗറിലോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ മാറ്റം വരുന്നത്? ഇവിടെ ഒരു ഇന്നർ പിക്ചർ ഉണ്ടല്ലേ, സർക്കിൾ അല്ലേ? ആ സർക്കിളാണ് അടുത്ത പിക്ചറിൻ്റെ ഔട്ടർ സ്ട്രക്ചറായിട്ട് മാറിയിട്ടുള്ളത്. ശരിയല്ലേ? ആ ഒരു ഔട്ടർ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി എന്താ ടേൺ ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയർ ഉണ്ട്.
ആ ടേൺ ചെയ്ത സ്ക്വയറാണ് അടുത്ത പിക്ചറിൻ്റെ ഔട്ടർ സ്ട്രക്ചറായിട്ട് വരുന്നത്. അഗെയിൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു നോർമൽ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറാണ് അടുത്ത ഇമേജിൻ്റെ ഔട്ടർ സ്ട്രക്ചറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ അടുത്തതിൻ്റെ നെക്സ്റ്റ് പിക്ചർ എങ്ങനെയാണ് വരുന്നത്? ഇന്നറായിട്ട് കിടക്കുന്നതാണ് അടുത്തതിൻ്റെ ഔട്ടറായിട്ട് വരുന്നത്. സോ ഇതിലോട്ടേക്ക് വരുന്നൊരു കളർ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇതായിരിക്കും ഇന്നറായിട്ട് ഔട്ടറായിട്ട് വരുന്നൊരു ഫിഗർ, ആ റെക്റ്റാങ്കിൾ വരും. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പിക്ചർ ഇമേജ് കയറി വരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഏതാ? വേറെ ഒന്നും അതുപോലെയല്ല കിടക്കുന്നത്. ആൻഡ് ആ സെയിം ഓർഡറിൽ തന്നെ ആ ഒരു സെയിം അലൈൻമെൻറ്റിൽ അതായത് ഇത് കിടക്കുന്നുണ്ട്. ഇത് പക്ഷേ വെർട്ടിക്കലി നിൽക്കുകയാണ്. ബട്ട് ഹൊറിസോണ്ടലി എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ സിമിലർ ആയിട്ടുള്ള സാധനമാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ടു സൈൻ ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് കറക്റ്റ് അല്ല. ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. പെട്ടെന്ന് കഴിയുന്ന സാധനമാണ്, കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കിയാൽ മാത്രം മതി. എന്താ തന്നിരിക്കുന്നത്? എന്തൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്ഷൻ എയിൽ ഇൻറ്റു ഇൻ്റർചേഞ്ച് ചെയ്യണം മൈനസ് ആയിട്ട്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്തു, ഇവിടെ ഇൻറ്റു ചെയ്യണം. ബാക്കി നോർമൽ കാൽക്കുലേഷൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ 28 + 12 - 6 40 / 8 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് കേട്ടേണ്ടത്. 8 5 40. ഇവിടെ 12 × 6 72. 28 + 7 100 - 5. ഇതെന്തായാലും 46 അല്ല. സോ ആ ഒരു ഓപ്ഷൻ അല്ല. അടുത്തത് എന്തൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്? പ്ലസും മൈനസും തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. മൈനസ് ഇവിടത്തോട്ടേക്കും വന്നു, പ്ലസ് ഇങ്ങോട്ടും വന്നു. സോ 28 12 6 × 40 / 8 ചെയ്യുന്ന സമയത്ത് 8ഉം 40ഉം 5 അല്ലേ? 6 5 30. ബോർഡ് മാസ് റൂൾ പ്രകാരം വേണേ ചെയ്യാൻ. ബോർഡ് മാസ് അറിയാലോ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ 6 5 30 അവിടെ ഉണ്ട്. ദെൻ -12 28 28 30 -12 എന്ന് പറയുമ്പോൾ 46 നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ ബി റൈറ്റ് ആണ്. ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ബേസിക്കായിട്ട് ചെറിയൊരു ബ്രീഫായിട്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ജെൻസിനെ അല്ലെങ്കിൽ മെയിൽ കാറ്റഗറീനെ കാണിക്കാൻ വേണ്ടി ഞാൻ സ്ക്വയർ യൂസ് ചെയ്യും, ഫീമെയിലിനെ സർക്കിൾ യൂസ് ചെയ്യും. ഇവർ തമ്മിൽ ഒരേ ജനറേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ടിൽ ഇവർ സിബ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ, സഹോദരന്മാരാണെന്നുണ്ടെങ്കിൽ ഒരേ ലൈനിൽ കാണിക്കും. ഇനി ഇൻ കേസ് ഇവർ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഡബിൾ ബോണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം എന്നുള്ള തരത്തിൽ 2 ബോണ്ടിലോട്ടേക്ക് കാണിക്കും. ഇനി ജനറേഷൻ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിലോ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആളുകൾ മുകളിലോട്ടേക്ക് ഒരു ബോണ്ട് ഇട്ട് ആ നെക്സ്റ്റ് ലെയറിലോട്ടേക്ക് കാണിക്കും. നെക്സ്റ്റ് ജനറേഷൻ താഴെ ചെറിയ ന്യൂ ജനറേഷനിലോട്ടേക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ താഴത്തോട്ടേക്കും കാണിക്കും. ഇങ്ങനെ ബോണ്ട് വെച്ചിട്ട് ഒരു സിംഗിൾ ബോണ്ട് വെച്ചുകൊണ്ട് കാണിച്ചാൽ മതി. അത്രയാണോ? അപ്പോൾ ഇവിടെ നിന്നോട്ടല്ലേ അത് മെയിൽ ഫീമെയിൽ എന്നുള്ളത് സർക്കിളറാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? P+Q എന്ന് വെച്ചാൽ ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. പ്ലസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ആൻഡ് മൈനസ്. ഇതിൽ എന്താണ്? ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും ഓരോരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. P+Q എന്ന് വെച്ചാൽ P ഈസ് ദ ബ്രദർ ഓഫ് Q. അത് മാത്രം ഞാനിവിടെ വരയ്ക്കുകയാണ്. P ഈസ് ദ ബ്രദർ ഓഫ് Q. ഒരേ ജനറേഷനിലുള്ള ആളാണെന്നുള്ളത് കൊണ്ട് ക്യൂവിൻ്റെ ജെൻഡർ നമുക്ക് അറിയില്ല, അവിടെ തന്നിട്ടില്ല. ആ രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, ABCD വെച്ചുകൊണ്ട് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അതിൽ തന്നിരിക്കുന്നത്. ദെൻ എയും എഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ അല്ലേ കാര്യം? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് വെക്കാം? ഇൻറ്റുവിന് എന്താ തന്നിരിക്കുന്നത്? ഇൻറ്റു മദറാണ്. ഡിവൈഡഡ് ബൈക്ക് എന്താ? സിസ്റ്ററാണ്. മൈനസ് എന്നുള്ളതിനുള്ളത് എന്താ? ഡിവൈഡഡ് ബൈ ഫാദറാണ്. ഡിവൈഡ് ബൈ ഫാദറാണ്. മൈനസ് എന്നുള്ളത് സിസ്റ്ററാണ്. പ്ലസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? പ്ലസ് എന്ന് പറഞ്ഞാൽ ബ്രദറാണ്. അഗെയിൻ മൈനസ് എന്നുള്ളതിൻ്റെ മീനിങ് സിസ്റ്ററാണ്. ഈ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്തൂടെ? അപ്പോൾ എ ഈസ് ദ മദർ ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിൻ്റെ മദറാണ്. മദർ എന്ന് വെച്ചാൽ അമ്മ, ലേഡി. ബിയുടെ മദറാണ്. ബി ഈസ് ദ ഫാദർ ഓഫ് സി. ബി എന്ന് പറയുന്നത് സിൻ്റെ അച്ഛനാണ്. സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. സി എന്ന് പറയുന്നത് ഡിൻ്റെ സിസ്റ്ററാണ്. ഡിൻ്റെ ജെൻഡർ നമുക്കിപ്പോൾ അറിയില്ല. ഡി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഡി എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ഇ.
E is the sister of F. E is the sister of F. സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? എയും എഫും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചത്. ഹൗ എ റിലേറ്റഡ് ടു എഫ്? എഫിൻ്റെ അച്ഛൻ്റെ അമ്മ. സിമ്പിൾ അല്ലേ? ഫാദേഴ്സ് മദർ. എഫിൻ്റെ ഇവരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അവരുടെ അച്ഛനാണ് ബി. നെക്സ്റ്റ് ജനറേഷനിലുള്ള വ്യക്തി മുകളിലോട്ടേക്ക്. ഈ വ്യക്തിയുടെ അമ്മ ഫാദേഴ്സ് മദർ. അഗെയിൻ ഡൈസ് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കൊക്കെ അറിയാൻ തന്നെ വിശ്വസിക്കുകയാണ്. 6 ഫേസസ് ആണ് ഒരു ഡൈസിന് ഉണ്ടാവുന്നത്. ആക്ച്വലി 3 പിക്ചറിൻ്റെ ആവശ്യമില്ല നമുക്ക് കാണുന്ന സമയത്ത്. ചില ക്വസ്റ്റ്യനൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും 4 ക്വസ്റ്റ്യൻ 5 പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ടാവും. ആക്ച്വലി 2 പിക്ചർ മതി ഒരു ഡൈസിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? 7ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫേസ് ഏതാണെന്നുള്ളതാണ്. ഞാൻ ഏതെങ്കിലും 2 എടുത്താൽ മതി. ഞാനിപ്പോൾ 7 ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇതും എടുക്കുന്നു, ഈ ഡൈസും എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതിൽ കോമൺ ആയിട്ടുള്ള ഫേസ് ഏതാണ്? ഈ ഡൈസിലും 15 കോമൺ ആണ്, ഇവിടെയും 15 കോമൺ ആണ്. അവിടെ നിന്ന് 2ൽ നിന്നും ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നു. എല്ലാ ഫേസിലൂടെയും കവർ ചെയ്യുന്ന രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് വെക്കുന്നു. അതിനുശേഷം ആ കോമൺ ആയിട്ടുള്ള ഫേസ് ഏതാണോ ഒന്നാമത്തെ പിക്ചറിൽ നിന്ന് ആ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിട്ടുള്ള നമ്പേഴ്സ് അതേ ഓർഡറിൽ എഴുതി വെക്കുന്നു. ദെൻ ഇവിടെ രണ്ടാമത്തതും സിമിലർലി എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15 7ലൂടെ കടന്നു പോയി 8ലോട്ടേക്ക് എത്തി. ഇനിയിപ്പോൾ ചോദിച്ചല്ലോ ചോദ്യം എന്താ? 7ൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നതാണ്. അപ്പോൾ ഇതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫേസസ് ഓപ്പോസിറ്റാണ്. അഗൈൻ 15ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ബാക്കി ഇതിനുള്ളിൽ കോമൺ ആയിട്ട് ഇല്ലാത്ത ഒരു ഫേസ് ഉണ്ട്, അത് ഏതാണെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് അപ്പോൾ അത് 15ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. 6 ഫേസസ് അല്ല ഉള്ളത്, ഇതിലിപ്പോൾ 5 എണ്ണല്ലേ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 7ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്താണെന്നല്ലേ? 7ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്താ? 3. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 6 at 10 5*7 is equal to 63. സിമിലർലി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നില്ല. കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ആ സിമ്പിൾസ് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ സിമ്പിൾസ് ആണ്. പ്ലസ് മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഏതൊക്കെയാണ്. അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 63 കിട്ടും. ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ബൈ പ്രാക്ടീസ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിലോട്ടേക്ക് ആ ഒരു തോട്ട് വരും. ഒന്ന് നോക്കുന്ന സമയത്ത് 63 കിട്ടണം എന്നുണ്ടെങ്കിൽ ആഷിന് ഇൻറ്റു ഇവിടെയും പ്ലസ് കിട്ടുമോ നോക്കിക്കൂടെ? 10 × 5 50. 50 + 7 57. 6 + 6 63 കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. വിച്ച് മീൻസ് നമുക്ക് ഇവിടെ അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻറ്റു 3 × 2 എന്താ? 6. 6 + 4 + 5 കിട്ടുന്നുണ്ടോ? 15 9 6 15 കിട്ടുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇതിനുള്ളത് ഇൻറ്റു എന്നാണ്. ഇവിടെ ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ പ്ലസ്, ഇതിനും പ്ലസ്. സോ ഇവിടെ നമുക്ക് ചെയ്തുകൂടെ? ഇനി ഈസി ആയില്ല കാര്യം. പ്ലസ് ഡിവിഷൻ പ്ലസ് 6 5 30. 30 + 7 പ്ലസ് ഇവിടെയുള്ള 4ഉം എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 41. വളരെ സിമ്പിളായിട്ട് കാര്യം കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സീരീസ് ഇസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ഗിവൺ വൺ ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഈ സീരീസിൽ 1 2 3 4 5ാമത്തെ മിസ്സായിട്ടുള്ള സീരീസ് ഏതെന്നല്ലേ ചോദിച്ചേ. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളത് എന്താ? അതിൻ്റെ പൊസിഷൻ വാല്യൂസ് അറിയാം. അതിൽ നിന്ന് നെക്സ്റ്റ് അതിലോട്ടേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാ? L 12 ആണ്. പിയുടേത് 16 ആണ്. എല്ലാത്തിൻ്റെ ആദ്യത്തതിൻ്റെ മാത്രം ഞാൻ എടുക്കുകയാണ്. ടിയുടേത് എന്ത് വരുന്നു? T20 ആണ്. എക്സിൻ്റെത് 24 ആണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ? ആദ്യത്തതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ നിന്നും +4 ആഡായി വരുമല്ലേ ചെയ്യുന്നത്. സോ അടുത്തത് എന്തായിരിക്കും വരും? 24 + 4 28. 28 എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉണ്ടോ? ഉണ്ട്. 26ാമത്തത് സെറ്റ് ആണെങ്കിൽ 27A 28B. അപ്പോൾ ആദ്യത്തേത് ആൽഫബറ്റ് B ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടുന്ന് ആൻസറിലോട്ടേക്ക് നേരിട്ട് വരാനാവില്ല. സോ ഇനി നമ്മൾ അടുത്ത 2ാമത്തെ ആൽഫബറ്റ് തമ്മിലുള്ള റിലേഷൻ എന്തെന്നുള്ള കണ്ടുപിടിക്കുക. 1ാമത്തെ ആൽഫബറ്റിൽ നിന്ന് എന്താ? +4.
ബി എമ്മിൻ്റെത് 13 ക്യൂവിൻ്റെത് 17 യു 21 വൈൻ്റെത് 25 അഗെയിൻ നോക്കുന്ന സമയത്ത് എന്താ +4 സോ അടുത്തതും +4 ചെയ്യണം. 25 +4 എന്താ 29 അപ്പോൾ 29ാമത്തെ ആൽഫബറ്റ് ഏതാ 26 Z 27 A 28 B 29 C B C. ആൻസറിലോട്ടേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഒന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവും എല്ലാ മൂന്നാമത്തതും +4 തന്നെയായിരിക്കും, നാലാമത്തതിൻ്റെതും തമ്മിൽ +4 തന്നെയായിരിക്കും. എല്ലാ ആൽഫബറ്റും ഒന്നിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ടേക്ക് വരുന്ന സമയത്ത് +4 ആഡായി വരുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റീസണിങ്ങിൻ്റെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മുഴുവനും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ട്യൂട്ടിറ്റ്യൂഡ്. ഹാവ് എ നൈസ് ഡേ.